ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് മഞ്ച് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇതുപോലെ ഒരു ഷോക്കേസ് പീസാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ഒരു കപ്പും സോസറും. ഇതിപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മണ്ണിൻ്റെ കപ്പും സോസറുമാണ്. ഒരു കേക്ക് ബേസ്, ഒരു ഹാർഡ് ബോർഡിൻ്റെ പീസായാലും മതി. പിന്നെ സിസേഴ്സ്, ഫ്ലവേഴ്സ്, ഒരു ക്ലോത്ത്, സാറ്റിൻ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു വെൽവെറ്റ് ക്ലോത്ത്, 2 ഐസ്ക്രീം സ്റ്റിക്ക്, ഒരു പെൻ, പിന്നെ ഇടയ്ക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട്, അതായത് ഒരു ചേച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ മുട്ടുകൾ പോലെയുള്ള. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് സാറ്റിൻ ക്ലോത്ത് മറിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ബേസ് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക, റൗണ്ട്. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. ഒരു ഇഞ്ച് വിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ വരച്ചിരിക്കുന്നതിൽ നിന്ന് 1 ഇഞ്ച് വിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ പുറകിലേക്ക് മടക്കി ഒട്ടിക്കാൻ. അപ്പം ഞാനൊരു 1 ഇഞ്ച് വിട്ട് ഇത് റൗണ്ടിൽ വെട്ടിയെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഈ ബേസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ വരെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഈ ക്ലോത്ത് വലിച്ച് വെച്ച് നമ്മൾ ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ബാക്കിലേക്ക് കറക്റ്റ് ആ സ്പേസിൽ വെച്ചിട്ട് നമ്മളിത് വലിച്ച് വെച്ചിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇങ്ങോട്ട് ഒട്ടിക്കുക. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ കപ്പും സോസറും ഫിക്സ് ചെയ്യാണ്. ആദ്യം സോസറാണ് ഫിക്സ് ചെയ്യുന്നത്. അതൊരു അറ്റത്തായിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ. അപ്പം ഇത് വെക്കേണ്ട പ്ലേസിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്ലൂ ഗൺ കൊണ്ട് നന്നായിട്ട് ഗമ്മാക്കി കൊടുക്കുക. അതിനുശേഷം പൊട്ടിച്ചു. നമുക്ക് സോസറിൻ്റെ സ്ഥാനം നോക്കുക. എന്നിട്ട് ഈ 2 സ്റ്റിക്ക് കൂട്ടി ഒട്ടിക്കുക. ഈ 2 സ്റ്റിക്ക് കൂട്ടി ഒട്ടിച്ചു, 2 എണ്ണം. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് 2 എണ്ണം കൂട്ടി ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഇത് ഇവിടെ ഫിക്സ് ചെയ്യേണ്ട സ്ഥലം നോക്കുക. ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫിക്സ് ചെയ്യേണ്ട 2 സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യണം? ഗമ്മ് ആദ്യം നമുക്ക് മുകളിൽ ഇവിടെ ഗ്ലൂ ഇടാം. കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് അത് അവിടെ ഒട്ടിക്കോളും. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. അതും കുറച്ച് നേരം പിടിച്ച് നിൽക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കപ്പിരിക്കുന്ന ഭാഗത്ത്, കാരണം കപ്പ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഗമ്മ, ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മ. ഇനി ഇത് ഇവിടെ ഈ എഡ്ജിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കപ്പ അവിടെ നിന്ന് അനങ്ങില്ല. ഈ പൊസിഷനിൽ കുറച്ച് നേരം കപ്പ അനങ്ങാതെ വയ്ക്കുക. അപ്പോൾ അത് അവിടെ സ്റ്റിക്കാവും. ഞാനിവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കപ്പിൽ ഫില്ലായി നിൽക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. കപ്പിൻ്റെ അകത്ത് ഫില്ലായി ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന പോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം നമ്മളൊരു സൈഡിൽ നിന്ന് ഒട്ടിച്ചു തുടങ്ങാം.
ഇപ്പം ഞാനിതൊക്കെ ഒട്ടിച്ചു ഉണ്ടോ. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥ ഇതാണ് ഒട്ടിച്ച് കഴിഞ്ഞുള്ള രൂപം. ഇനി നമ്മളിതിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബഡ്സ് കുറച്ച് മുട്ടുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഓരോ ഫ്ലവറിൻ്റെ ഇടയിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ യുക്തി പോലെ ഇടയിൽ വയ്ക്കുമ്പോൾ ഗ്ലൂ തേച്ചിട്ട് വേണം ഇതിൻ്റെ ഇടയിലേക്ക് ഇറക്കാൻ. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്രീൻ ഇതങ്ങോട്ട് വെക്കുകയാണ്. ഒരു ലീഫി എഫക്റ്റ് കിട്ടാൻ വേണ്ടി, ഒരു ലീഫിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഒരുമിച്ച് കട്ട് ചെയ്യും. നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തതിൻ്റെ ഇങ്ങനെ ഇത് കണ്ടോ, ഇത് കാണാം. അതിങ്ങനെ നമ്മളെടുത്ത് കളഞ്ഞാൽ മതി, അത് പൊക്കോളും. അപ്പോൾ നമ്മുടെ ഷോക്കേസ് പീസ് റെഡിയായി. ഇതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഞാൻ ഒരു ബോയും അതുപോലെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അത് വൈറ്റ് ഫ്ലവർ ആയ കാരണം കുറച്ചും കൂടി അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിൽ ഞാൻ ബോർഡർ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ബോർഡർ കൊടുക്കാം, എന്തെങ്കിലും ബീഡ്സ് വെച്ച് ബോർഡർ കൊടുക്കാം. അപ്പം നമ്മുടെ ഷോക്കേസ് പീസ് ഇവിടെ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനൊരു ഇൻഡോർ പ്ലാന്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതും നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു പോട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു പോട്ട്, ഇത്ര വലുത് വേണമെന്നൊന്നുമില്ല, ചെറിയൊരു പോട്ടായാലും കുഴപ്പമില്ല. അതുപോലെ ജൂട്ടിൻ്റെ ഷീറ്റാണിത്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അധികം വിലയൊന്നുമില്ല. ജൂട്ടിൻ്റെ ഷീറ്റ്, പിന്നെ ലീഫ് ഉണ്ടെങ്കിൽ കുറച്ച് ലീഫ്, പിന്നെ ജൂട്ടിൻ്റെ തന്നെ ത്രെഡ്. ഈ ജൂട്ടിൻ്റെ ഷീറ്റ് കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി അത് ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ് ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡോർ പ്ലാന്റും കരുതി വയ്ക്കുക നമ്മുടെ കയ്യിൽ, ഇതിലേക്ക് വെക്കാൻ. കുറച്ച് മണ്ണ്, അതായത് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ട മണ്ണ്, കയർപ്പിത്ത്, അതൊക്കെ മിക്സ്ചറല്ലേ, മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചറും കരുതി വയ്ക്കുക. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ക്രിയേറ്റീവ് മഞ്ച് എന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.